ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 85,000 കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ തുടക്കം കുറിച്ചു. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗലാപുരം വരെ നീട്ടുന്നതിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിച്ചു. കൊല്ലം തിരുപ്പതി ദ്വൈവാര ട്രെയിൻ സർവീസിനും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുണാചൽ പ്രദേശ് സന്ദർശനവുമായി ബന്ധപ്പെട്ട ചൈനയുടെ പരാമർശം തള്ളി ഇന്ത്യ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ വിജ്ഞാപനം പുറപ്പെടുവിച്ച പൌരത്വ നിയമ ഭേദഗതി അനുസരിച്ച് പൌരത്വത്തിന് അപേക്ഷിക്കാൻ വെബ്സൈറ്റ് സജ്ജമായി. ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ രാജിവച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വാർത്തകൾ വിശദമായി. 85,000 കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിൽ തുടക്കം കുറിച്ചു. പുതിയ 10 വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് മംഗലാപുരം വരെ നീട്ടുന്നതിന്റെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിച്ചു. റെയിൽവേ വികസനം എൻഡിഎ സർക്കാരിന്റെ പ്രഥമ പരിഗണനാ വിഷയമാണെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ വ്യക്തമാക്കി. രാജ്യത്തെ റെയിൽവേ ശൃംഖല വിപുലമാക്കൽ, സംവിധാനങ്ങളുടെ ആധുനികവത്കരണം, യാത്രക്കാർക്കായി മികച്ച സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സർക്കാർ നിരന്തരം പരിശ്രമിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊല്ലം തിരുപ്പതി ദ്വൈവാര എക്സ്പ്രസ് സർവീസിനും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ചരക്ക് നീക്കം ലക്ഷ്യമിട്ടുള്ള ഇടനാഴിയുടെ 2 ഭാഗങ്ങളും 1,500-ലേറെ ഒരു സ്റ്റേഷൻ ഒരു ഉത്പന്നം സ്റ്റാളുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. 20,000 കോടി രൂപയിലേറെ ചിലവ് വരുന്ന പെട്രോകെമിക്കൽ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കമിട്ടു. രാജ്യത്തെ പൈതൃക സ്മാരകങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സബർമതിയിൽ ഗാന്ധി ആശ്രമം മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സബർമതി ആശ്രമം മാനവരാശിക്കൊന്നാകെയുള്ള പൈതൃകമാണെന്നും അദ്ദേഹം ചടങ്ങിൽ വ്യക്തമാക്കി. വികസിത ഇന്ത്യയുടെ തീർത്ഥാടന കേന്ദ്രമാണ് സബർമതി ആശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. 12 मार्च 2022 को इसी साबरमती आश्रम से देश ने आजादी के अमृत महोत्सव का शुभारंभ किया था. दांडी यात्रा ने आजाद भारत की पुण्य भूमि तय करने में, उसकी पृष्ठभूमि बनाने में, उस पुण्य भूमि का पुनः स्मरण करते हुए आगे बढ़ने में एक अहम भूमिका निभाई थी. देश में 2 लाख से ज्यादा अमृत वाटिकाओं का निर्माण हुआ. 2 करोड़ से ज्यादा पेड़ पौधे लगा करके उनका पूरी तरह विकास की चिंता की गई. സബർമതി ആശ്രമത്തിന്റെ വിസ്തൃതി 5 ഏക്കറിൽ നിന്നും 55 ഏക്കറായി വർദ്ധിപ്പിക്കുന്ന മാസ്റ്റർ പ്ലാനിലൂടെ വിപുലമായ വികസന പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നവീകരിച്ച കൊച്ച്റാബ് ആശ്രമത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലെ പൊഖ്രാൻ സന്ദർശിക്കും. 3 സേനകൾക്കുമായി വികസിപ്പിച്ച തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രദർശനമായ ഭാരത് ശക്തി അദ്ദേഹം വീക്ഷിക്കും. പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ആയുധ സംവിധാനങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ എന്നിവയാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ മൌറീഷ്യസ് ബന്ധം കഴിഞ്ഞ ദശാബ്ദത്തിൽ ശക്തിപ്പെട്ടതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. മൌറീഷ്യസിലെ പോർട്ട് ലൂയിസിൽ നടന്ന ഔദ്യോഗിക സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ജനാധിപത്യം, നാനാത്വം, വികസനം എന്നിവയിൽ ഉത്തമ മാതൃകയാണ് മൌറീഷ്യസ് എന്നും രാഷ്ട്രപതി പറഞ്ഞു. മൌറീഷ്യസ് ദേശീയ ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനെത്തിയ ശ്രീമതി ദ്രൌപദി മുർമുവിന് ഊഷ്മളമായ വരവേൽപ്പാണ് രാജ്യത്ത് ലഭിച്ചത്. മൌറീഷ്യസ് പ്രസിഡന്റ് പൃഥ്വിരാജ് സിംഗ് രൂപനുമായി രാഷ്ട്രപതി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. മൌറീഷ്യസിലെ ഇന്ത്യൻ സമൂഹവുമായും യുവജനങ്ങളുമായും രാഷ്ട്രപതി ഇന്ന് സംവദിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ വിജ്ഞാപനം പുറപ്പെടുവിച്ച പൌരത്വ നിയമ ഭേദഗതി അനുസരിച്ച് പൌരത്വത്തിന് അപേക്ഷിക്കാൻ വെബ്സൈറ്റ് സജ്ജമായി. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് online.nic.in എന്ന വെബ്സൈറ്റിലാണ് പൌരത്വത്തിന് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകർക്ക് മൊബൈൽ നമ്പറും ഇമെയിലും നിർബന്ധമാണ്. ഇന്ത്യയിലുള്ളവർ ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ കോപ്പി ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം. ഇന്ത്യയ്ക്ക് പുറത്തുള്ളവർ ഇന്ത്യൻ കോൺസുലർ ജനറലിന്റെ അപേക്ഷ സമർപ്പിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുണാചൽ പ്രദേശ് സന്ദർശനവുമായി ബന്ധപ്പെട്ട ചൈനയുടെ പരാമർശം തള്ളി ഇന്ത്യ. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന പോലെ തന്നെ ഇന്ത്യൻ നേതാക്കൾ അരുണാചലും സന്ദർശിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ രാജിവെച്ചു. രാജ്ഭവനിൽ ഇന്ന് രാവിലെ ഗവർണറെ സന്ദർശിച്ചാണ് രാജി സമർപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷി സഖ്യത്തിൽ പിളർപ്പുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് രാജി. ഇതോടെ 4.5 വർഷം നീണ്ടുനിന്ന ബിജെപി ജെജെപി സഖ്യത്തിനാണ് അവസാനമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-നും 19-നും കേരളത്തിൽ സന്ദർശനം നടത്തുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 15-ന് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 19-ന് പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. 5 ദിവസത്തെ മീനമാസ പൂജകൾക്കും 10 ദിവസത്തെ ഉത്സവത്തിനുമായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേശ്വരര് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. മീനം 1-ആയ 14-ന് പുലർച്ചെ 4-ന് നട തുറക്കും. 16-നാണ് കൊടിയേറ്റ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ബെലറൂസ് വിദേശകാര്യമന്ത്രി സെർജെ അലേനിക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി പ്രാധാന്യമുള്ള ആഗോള വിഷയങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്യും. വാണിജ്യം, പ്രതിരോധം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ മികച്ച സഹകരണമാണ് ഇന്ത്യയ്ക്കും ബെലറൂസിനുമിടയിലുള്ളത്. ജമ്മുകാശ്മീരിൽ നിയന്ത്രണ രേഖയിലെയും അതിർത്തി മേഖലകളിലെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് രജൌരി, പൂഞ്ച് ജില്ലകളിൽ കരസേനയും അതിർത്തി രക്ഷാസേനയും ഡ്രോൺ പ്രതിരോധ സംവിധാനം വിന്യസിച്ചു. അതിർത്തി കടന്നുള്ള ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാനായാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. രജൌരി, പൂഞ്ച് മേഖലയിൽ പാകിസ്ഥാൻ തുടർച്ചയായി നടത്തുന്ന നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനാണ് നടപടി. സന്ദേശ് ഖാലിയിൽ ഇഡി സംഘത്തിന് നേർക്കുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസ് സിബിഐക്ക് വിട്ട കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിനെതിരെ പശ്ചിമബംഗാൾ സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. കേസിൽ അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനെ സിബിഐക്ക് കൈമാറാൻ കഴിഞ്ഞ ദിവസം കൊൽക്കത്ത ഹൈക്കോടതി പശ്ചിമബംഗാൾ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ തെരച്ചിലിനായി എത്തിയപ്പോഴാണ് കഴിഞ്ഞ ജനുവരിയിൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇന്ത്യ സന്ദർശനത്തിനായി എത്തിയ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള യുവജന സംഘവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംവദിച്ചു. ഇന്ത്യയുടെ പാരമ്പര്യം, സാങ്കേതികവിദ്യ എന്നിവയെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ അറിയാൻ സാധിച്ചതിലും അവരുടെ അനുഭവങ്ങൾ ഹിന്ദിയിൽ കേൾക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ടെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുതിർന്ന ബിജെപി നേതാവും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് ഹൈദരാബാദിലെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ബിജെപി നേതാക്കളുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് നൽകും. തീവ്രവാദ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 4 സംസ്ഥാനങ്ങളിൽ തിരച്ചിൽ നടത്തുന്നു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ 30 കേന്ദ്രങ്ങളിലാണ് പരിശോധന. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വൈകിട്ട് 7:30-ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സിനെ 8 റൺസിന് തോൽപ്പിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. നിലവിൽ 36 പോയിന്റുമായി പട്ടികയിൽ രണ്ടാമതാണ് മുംബൈ. സിംഗപ്പൂർ സ്മാഷ് 2024 ടേബിൾ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ അജന്ത ശരത് കമൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. ചിലി താരത്തെ 3-0 പരാജയപ്പെടുത്തിയാണ് ശരത് കമലിന്റെ മുന്നേറ്റം. പ്രീ ക്വാർട്ടറിൽ സ്ലൊവേനിയൻ താരമാണ് ശരത് കമലിന്റെ എതിരാളി. വനിതാ വിഭാഗം ഡബിൾസിൽ ജപ്പാൻ സഖ്യത്തെ 3-2 തോൽപ്പിച്ച് സുധീർത്ത മുഖർജി, ഐഹിക മുഖർജി സഖ്യം 16-ാം റൌണ്ടിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. 85,000 കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ തുടക്കം കുറിച്ചു. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ് മംഗലാപുരം വരെ നീട്ടുന്നതിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിച്ചു. കൊല്ലം തിരുപ്പതി ദ്വൈവാര ട്രെയിൻ സർവീസിനും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുണാചൽ പ്രദേശ് സന്ദർശനവുമായി ബന്ധപ്പെട്ട ചൈനയുടെ പരാമർശം തള്ളി ഇന്ത്യ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ വിജ്ഞാപനം പുറപ്പെടുവിച്ച പൌരത്വ നിയമ ഭേദഗതി അനുസരിച്ച് പൌരത്വത്തിന് അപേക്ഷിക്കാൻ വെബ്സൈറ്റ് സജ്ജമായി. ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ രാജിവെച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.